നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വിമാനത്തിന്റെ സുരക്ഷിതത്വം ഏറെക്കുറെ ഇരിക്കുന്നത് പൈലറ്റിന്റെ കൈകളിൽ തന്നെയാണ്. എന്നാൽ ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് പൈലറ്റിന് എന്തെങ്കിലും സംഭവിച്ചാലോ അക്ഷരാർത്ഥത്തിൽ അത് വലിയ രീതിയിൽ ആ സർവീസിനെ ബാധിക്കും. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബംഗളൂരിൽ നിന്നും ഡൽഹിയിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനത്തിലാണ് നടുക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റ് കുഴഞ്ഞു വീണു. ബംഗളൂരിൽ നിന്നും ഡൽഹിയിലേക്ക് പോകേണ്ടിയിരുന്ന A12414 വിമാനത്തിന്റെ പൈലറ്റാണ് യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ പൈലറ്റിനെ ആശുപത്രിയിൽ ഉടനെ തന്നെ എത്തിക്കാൻ സാധിച്ചു. വിമാന സർവീസ് അല്പനേരം വൈകി. പക്ഷേ അടിയന്തരമായി മറ്റൊരു പൈലറ്റിനെ ജോലിക്ക് നിയോഗിച്ച് എയർ ഇന്ത്യ അതുകൊണ്ട് തന്നെ മറ്റൊരു പൈലറ്റിനെ നിയോഗിച്ചത് കൊണ്ട് തന്നെ ഈ ബംഗളൂരു ഡൽഹി സർവീസ് നടത്താൻ സാധിച്ചു. എന്നാലും ടേക്ക് ഓഫിന് തൊട്ട് മുൻപാണ് എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റ് കുഴഞ്ഞു വീണത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നല്ല രീതിയിൽ ആയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു നടുക്കുന്ന സംഭവവികാസം അരങ്ങേറിയത്. തങ്ങളുടെ ഒരു പൈലറ്റിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായതായി എയർ ഇന്ത്യ സ്ഥിരീകരിക്കുകയും ചെയ്തു. കുഴഞ്ഞു വീണ പൈലറ്റിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. എന്തായാലും ഈ ഒരു സംഭവം, അതായത് സർവീസിന് മുന്നേ സംഭവിച്ചത് കൊണ്ട് വലിയൊരു ദുരന്തം തന്നെ ഒഴിഞ്ഞു മാറി എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതി. എയർ ഇന്ത്യക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപണവുമായി ചില രംഗത്ത് വന്നിരിക്കുന്നു. ഉറ്റവർ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോട് നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി നൽകേണ്ട ഫോമുകൾ ഉടൻ ഒപ്പിട്ട് നൽകാൻ എയർ ഇന്ത്യ നിർദ്ദേശിച്ചുവെന്ന് UK കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നിയമസഹായ സ്ഥാപനം ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. പക്ഷേ എയർ ഇന്ത്യ അധികൃതർ ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയാണ്. അത്തരത്തിൽ ഒരു ഭീഷണി ഉണ്ടായിട്ടില്ല എന്നാണ് എയർ ഇന്ത്യ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സ്വീകർത്താക്കൾക്ക് ഇടക്കാല നഷ്ടപരിഹാരം ഉടനടി നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രക്രിയയുടെ ഭാഗമാണ് നടത്തിയത് എന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. നഷ്ടപരിഹാരം കിട്ടാനായി ഫോമുകൾ ഉടൻ പൂരിപ്പിച്ച് നൽകാൻ എയർ ഇന്ത്യ കുടുംബങ്ങളെ നിർബന്ധിക്കുന്നു എന്നതടക്കമുള്ള ആരോപണമായിരുന്നു ശക്തമായത്. ഫോമുകളിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. മാത്രമല്ല ഒരുപാട് നിബന്ധനകളുമുണ്ട്. ഈ നിബന്ധനകളെയും ചോദ്യങ്ങളെയും കുറിച്ച് യാതൊരു മാർഗനിർദ്ദേശവുമില്ലാതെ ഫോമുകൾ പൂരിപ്പിക്കാൻ നിർബന്ധിതരാക്കുകയാണെന്നും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ എയർ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ നിയമപരമായിട്ടുള്ള ചില പദങ്ങൾ, അത് മനസ്സിലാക്കാൻ കഴിയാത്ത, സാധാരണക്കാരന് മനസ്സിലാകാൻ കഴിയാത്ത രീതിയിലുള്ള പദങ്ങളാണ് ചോദ്യാവലിയിലുള്ളതെന്ന് പറഞ്ഞ നിയമസ്ഥാപനം ഏറ്റവും ദുർബലമായ സമയത്ത് അവരെ ചൂഷണം ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു വളരെ ദുർഘടമായ അല്ലെങ്കിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട വളരെ വേദനയോടെയാണ് ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആ ബന്ധുക്കളെ എയർ ഇന്ത്യ ചൂഷണം ചെയ്യുന്നു എന്നതടക്കമുള്ള ആരോപണമാണ് ഇപ്പോൾ എയർ ഇന്ത്യക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ചോദ്യാവലി ഉടൻ പൂരിപ്പിച്ച് നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകില്ലെന്ന് ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അഡ്വാൻസായി നഷ്ടപരിഹാരം നൽകുക എന്ന നിർദ്ദേശമാണ് എയർ ഇന്ത്യ നൽകിയത് എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. ദുരിതബാധിതരായ കുടുംബാംഗങ്ങളുടെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ അത് നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടക്കാല നഷ്ടപരിഹാരം എത്രയും വേഗം നൽകുകയാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് എയർ ഇന്ത്യ നൽകുന്നത്. പക്ഷേ അതിനിടയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതൊക്കെ തെറ്റാണ്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്നത് എന്നും എയർ ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. ജൂൺ 12-നായിരുന്നു രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തം നടന്നത്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 വിമാനമാണ് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തീഗോളമായി മാറിയത്. മേഘാനി നഗറിലെ BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചു കയറുകയും തുടർന്ന് വിമാനത്തിലുള്ളവരും മാത്രമല്ല ആ ഹോസ്റ്റലിലുള്ളവരും കൊല്ലപ്പെടുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ്. രാജ്യം വളരെ വേദനയോടെ കണ്ട സാഹചര്യമായിരുന്നു അത്. 242 പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. 52 ബ്രിട്ടീഷ് പൗരർ, 7 പോർച്ചുഗീസുകാർ, ഒരു കനേഡിയൻ പൗരൻ, ഒരു മലയാളി എന്നിവരടക്കമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാരും പ്രദേശവാസികളും മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും അടക്കം 274 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ 290ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് മറ്റ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്.
അതേസമയം 241 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം എഞ്ചിനുകളുടെ പ്രവർത്തനം നിലച്ചതാണ് എന്നതടക്കമുള്ള ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. എഞ്ചിനുകളിൽ രണ്ടും തകരാറിലായി. ഇത് അപകടത്തിന് കാരണമായി എന്നതടക്കമുള്ള ഒരു വിശദീകരണമാണ് എയർ ഇന്ത്യ നടത്തിയ ഫ്ലൈറ്റ് സിമുലേറ്റഡ് പഠനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എയർ ഇന്ത്യയിലെ പൈലറ്റുമാരെ ഉപയോഗിച്ച് നടത്തിയ ഫ്ലൈറ്റ് സിമുലേറ്ററിൽ ലാൻഡിംഗ് ഗിയർ, ചിറകുകളുടെ ഫ്ലാപ്പുകൾ എന്നിവയുടെ പ്രവർത്തനം പുനരാവിഷ്കരിച്ചായിരുന്നു പരീക്ഷണം നടത്തിയത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തുന്ന ഔദ്യോഗിക അന്വേഷണത്തിന് പുറമെയാണ് ഫ്ലൈറ്റ് സിമുലേറ്റർ പരീക്ഷണം എയർ ഇന്ത്യ നടത്തിയതെന്നും സാധ്യമായ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കാനാണ് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നതെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തിക്കാതിരുന്നതിന് പിന്നിലെ സാങ്കേതിക കാരണം എന്താണ് എന്നത് ഇപ്പോഴും വളരെ അജ്ഞാതമായി തന്നെ, അത് എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്നത് ഇപ്പോഴും പിടികിട്ടാത്ത ഒരു ഉത്തരമായി അവശേഷിക്കുകയാണ്. ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ഒരു എഞ്ചിൻ പ്രവർത്തിച്ചാൽ മതിയെന്നാണ് വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെ കണ്ടെത്തിയ 2 ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡുകളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. കിട്ടിയ ഡേറ്റ വിശകലനം നടത്തുന്നുണ്ട്. അതേസമയം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പൈലറ്റ് ചക്രങ്ങൾ അകത്തേക്ക് വലിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു എന്നതടക്കമുള്ള സൂചനകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. നേരത്തെ ചക്രങ്ങൾ അകത്തേക്ക് വലിക്കുന്നതിൽ താമസം നേരിട്ടുവെന്നാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനങ്ങളുടെ എഞ്ചിനുകളുടെ പ്രവർത്തനം കമ്പ്യൂട്ടർ നിയന്ത്രിതമാണെന്നും ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ എന്നൊരു സംവിധാനം ഉപയോഗിച്ചാണ് വിമാനം പ്രവർത്തിക്കുന്നതെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിൽ ഇരട്ട എഞ്ചിനുകളിൽ സംഭവിച്ച തകരാറിനെ കുറിച്ച് എയർ ഇന്ത്യ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. യാത്രക്കിടെ വിമാനത്തിന്റെ ജനാല ഇളകി മാറുന്ന സംഭവമുണ്ടായി. ഗോവയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന സ്പൈസ് ജെറ്റിന്റെ SG-1080 വിമാനത്തിലാണ് ഈ സംഭവം അരങ്ങേറിയത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം യാത്രക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ജനാലയുടെ ഫ്രെയിം ഇളകിയതോടെ യാത്രക്കാർ ആകെ ഭയന്നു. യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും മുംബൈയിലെത്തിയ ഉടൻ പ്രശ്നം പരിഹരിച്ചുവെന്നും സ്പൈസ് ജെറ്റ് വ്യക്തമാക്കി. സ്പൈസ് ജെറ്റിന്റെ Q400 വിമാനങ്ങളിൽ ഒന്നിന്റെ കോസ്മെറ്റിക് ജനാല അയഞ്ഞിളകിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. തണലിനായി ജനാലയിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്രെയിം മാത്രമാണ് ഇത് എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് വിമാനത്തിന്റെ യാത്രക്കാരുടെ സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നടക്കമുള്ള പ്രതികരണം സ്പൈസ് ജെറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. 36,000 അടി ഉയരത്തിൽ പറന്ന വിമാനം നിമിഷ നേരങ്ങൾ കൊണ്ട് 10,500 അടി താഴേക്ക് പോയി. ഷാങ്ഹായിൽ നിന്ന് ടോക്കിയോയിലേക്ക് പറന്ന ജപ്പാൻ എയർലൈൻസ് ബോയിങ് 737 വിമാനമാണ് വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടത്. വിമാനത്തിന്റെ അപ്രതീക്ഷിത തകരാറിന് പിന്നാലെ യാത്രക്കാർക്ക് ഓക്സിജൻ മാസ്കുകൾ നൽകുന്ന സാഹചര്യമുണ്ടായി. വിമാനത്തിൽ 101 യാത്രക്കാരും ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ പരിഭ്രാന്തിയിലൂടെയായിരുന്നു കടന്നുപോയതെന്ന് യാത്രക്കാരെല്ലാം പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.